ഇടുക്കി ജില്ലയിലെ രാജകുമാരി പഞ്ചായത്ത് CDS തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി വിവാദം ശക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് ആരോപിച്ച് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF വിട്ടുനിന്നു. പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നടന്ന CDS തെരഞ്ഞെടുപ്പിലാണ് സംഭവ വികാസങ്ങൾ വിവാദമായത്. UDF സ്ഥാനാർത്ഥിയായി ലൈസ ജോസഫിന് 6 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 5 വോട്ടുമാണ് ലഭിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട് ആരോപിക്കുന്നു. വിജയിയായ ലൈസ ജോസഫിനോട് രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ വരണാധികാരി ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നു. എന്നാൽ ഏകദേശം അരമണിക്കൂറിന് ശേഷം 1 വോട്ട് അസാധുവാണെന്ന് അറിയിച്ച് വീണ്ടും നറുക്കെടുപ്പ് നടത്തിയതായും തുടർന്ന് LDF സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചതായും UDF ആരോപിക്കുന്നു. അത് അരമണിക്കൂറിന് ശേഷത്തേക്ക് വെച്ചപ്പോഴാണ് ഇതിന്റെ ദുരൂഹത മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തിരുമുറ അട്ടം നടന്നിട്ടുണ്ട്. ഒന്നുകിൽ വിജയിയെ പ്രഖ്യാപിച്ചാൽ നിലനിർത്തുക, അല്ലെങ്കിൽ റീ ഇലക്ഷൻ നടത്തുക എന്നൊരു ആവശ്യം ഉന്നയിച്ച് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ബാഹ്യ ഇടപെടലിനെ തുടർന്നാണ് 1 വോട്ട് അസാധുവാക്കിയതെന്നും ഇത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. 14-ാം വാർഡിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് UDFന്റെ ആവശ്യം. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അവർ അറിയിച്ചു. ഞാൻ ജയിച്ച രജിസ്റ്ററിൽ ഒപ്പിടുകയും ചെയ്തതാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഇത് അസാധുവായി പോയി എന്ന് പറഞ്ഞു. വോട്ട് കഴിഞ്ഞ് ഞങ്ങൾ വോട്ടെല്ലാം എണ്ണി കഴിഞ്ഞപ്പം ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ട് ഞാൻ ജയിക്കുകയും 6 വോട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ ജയിക്കുകയും ചെയ്തു. ഇവർ വീണ്ടും ഞങ്ങളെ വിളിച്ചിട്ട് വോട്ട് അസാധുവായി പോയി, വീണ്ടും നറുക്കെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നറുക്കെടുപ്പ് നടത്തി എതിർ സ്ഥാനാർത്ഥിയായ ലിൻസി ജയിക്കുകയും ചെയ്തു. അന്നേരം വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു അസാധു ഒന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഒരു വോട്ട് അസാധുവായി പോയതെന്ന് പറഞ്ഞു. ആരെയും വിജയിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ബാലറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് 1 വോട്ട് അസാധുവാണെന്ന് കണ്ടെത്തിയതെന്നും വരണാധികാരി വ്യക്തമാക്കി. തുടർന്ന് നറുക്കെടുപ്പിലൂടെ വിജയിയെ കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ UDF ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.